ബി.ജെ.പിയുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പള്ളികളും മദ്രസകളും ഉൾപ്പെടെയുള്ള മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെ വീണ്ടും ബുൾഡോസർ രാജ് നടപ്പാക്കുകയാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സംഭാൽ ജില്ലയിലെ ഹാജിപൂർ ഗ്രാമത്തിലെ പള്ളിയും മദ്രസയും ഉൾപ്പെടെയാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. ഇതിന് കാരണമായി അവർ പറയുന്നത് അനധികൃത കയ്യേറ്റവും വൈദ്യുതി മോഷണവുമാണ്. ജില്ലാ ഭരണകൂടത്തിന്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെയായിരുന്നു ഈ പൊളിച്ചു നീക്കൽ നടന്നത്. സംഭാൽ പട്ടണത്തിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള സാലേംപൂർ സലാർ അഥവാ ഹാജിപൂർ ഗ്രാമത്തിലാണ് ഞായറാഴ്ച ഈ പൊളിക്കൽ ചടങ്ങ് നടന്നത്. 2024 നവംബറിൽ 5 പേരുടെ സംഘർഷത്തിനിടയാക്കിയ സംഭാൽ ഷാഹി മസ്ജിദിലെ സർവേക്ക് ശേഷം കഴിഞ്ഞ 14 മാസത്തിനിടെ 1 ഡസനോളം മുസ്ലിം ആരാധനാലയങ്ങളാണ് ആ പ്രദേശത്ത് പൊളിച്ചു നീക്കിയത്. ഗ്രാമത്തിൽ സർക്കാർ ഭൂമി വളരെ കുറവാണെന്നും ഈ പിടിച്ചെടുക്കുന്ന ഭൂമികൾ 20 ദളിത് കുടുംബങ്ങൾക്ക് നൽകുമെന്നും സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസി മാധ്യമങ്ങളോട് പറഞ്ഞു. കയ്യേറ്റം നടത്തിയതായി കണക്കാക്കി പള്ളി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് 8.25 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പള്ളിയുടെ ഒരു ഭാഗം നിൽക്കുന്ന സ്ഥലം പൊതുഭൂമിയാണെന്ന് ഭരണകൂടം പറഞ്ഞതിനെ തുടർന്ന് പള്ളിയുടെ മുന്നിലെ ഭിത്തി തങ്ങൾ നേരത്തെ പൊളിച്ചു കളഞ്ഞുവെന്ന് പള്ളി കമ്മിറ്റി അംഗം ഹാസി ഷമീം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് സർക്കാർ മദ്രസ ഉൾപ്പെടെ മുഴുവൻ കെട്ടിടങ്ങളും തകർത്ത് കളഞ്ഞു. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മദ്രസ നിർമ്മിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സംഭാൽ പട്ടണത്തിലെ ശങ്കർ ചൌക്കിന് സമീപമുള്ള മല്ലക്ഷ ബാബയുടെ ഖബർസ്ഥാനും പൊതുഭൂമിയിലാണെന്ന കാരണം കൊണ്ട് ഉടനെ പൊളിക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 20-ന് ഷാഹി മസ്ജിദിനോട് ചേർന്ന മറ്റൊരു ഖബർസ്ഥാന്റെ അതിർത്തികളിൽ ഉണ്ടായിരുന്ന 20-ൽ അധികം കടകളും വീടുകളും പൊളിച്ചു കളഞ്ഞിരുന്നു. കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴും ഉത്തർപ്രദേശിൽ അതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ദിവസവും ഇതൊക്കെ നടക്കുന്നുവെങ്കിലും അതൊന്നും ചർച്ചയായി മാറുന്നുമില്ല. ഇങ്ങനെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുമ്പോഴും ഉത്തർപ്രദേശിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. 2 ദിവസം മുന്നേ ബുലന്ദ് ഷഹറിൽ ഒരു 6 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം താഴേക്ക് എറിഞ്ഞു കൊന്ന സംഭവമുണ്ടായി. പീഡനശേഷം പ്രതികൾ കുട്ടിയെ ടെറസിന് മുകളിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു. കുട്ടിയെ സിക്കന്ദരാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. പിതാവിന്റെ പരാതിയിൽ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. തങ്ങളുടെ വീട്ടിൽ വാടകക്കാരായി വന്ന് താമസിച്ചിരുന്ന രാജു, വീരു കശ്യപ് എന്നിവരാണ് പ്രതികളെന്ന് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറയുന്നു. ഉത്തർപ്രദേശിൽ നിത്യേന ബലാത്സംഗം ചെയ്യപ്പെടുന്നത് 6 സ്ത്രീകൾ വീതമാണ്. ഉത്തർപ്രദേശിൽ നിരന്തരം സ്ത്രീകൾക്കെതിരെ അക്രമങ്ങളും ബലാത്സംഗവും നടക്കുമ്പോഴും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നത് യു പിയിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞു വരുന്നു എന്നാണ്.